Welcome to a supplementary video by the English EduSpot to the 8th Standard English Class Part 11 by Victors. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 11ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് EduSpot ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന അസൈൻമെൻറ്റ് എന്നുള്ളത് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. Imagine you were in the place of the boy in the story The Boy Who Drew Cats. The Boy Who Drew Cats എന്ന കഥയിലെ സെൻട്രൽ ക്യാരക്ടർ ദ ബോയ്. ആ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ സങ്കല്പിക്കുക. നിങ്ങളുടെ അനുഭവം എന്ന രൂപത്തിൽ ഈ കഥ പറയുക. How would you tell the story? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്വന്തം കഥ പോലെ ഇത് പറയും? അതായത് make a first person narration using the pronouns I, my, me, etc. സ്വന്തം കഥ പറയുന്ന പോലെ I, my, me തുടങ്ങിയ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കഥ മാറ്റി പറയേണ്ടത്. ഈ അസൈൻമെൻറ്റിന് ഒരു ആൻസർ എന്ന രൂപത്തിൽ ഇവിടെ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് തയ്യാറാക്കിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നറേറ്റീവ് തയ്യാറാക്കുമ്പോൾ അതിന് അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകണം. മൈ ക്യാറ്റ് സേവ്ഡ് മൈ ലൈഫ്. എൻ്റെ പൂച്ചകൾ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇവിടെ ഇങ്ങനെയാണ് നാം ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. ഐ വാസ് ദി യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് എ പൂർ ജാപ്പനീസ് ഫാമിലി. ഒരു പാവം ജാപ്പനീസ് കുടുംബത്തിലെ ഏറ്റവും ഇളയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. മൈ ഫാദർ വാസ് എ ഫാമർ. എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. ബൈ ബേർത്ത്സ് ഐ വാസ് അൺയൂഷ്വലി വീക്ക് ആൻഡ് സ്മോൾ. ജന്മന ഞാൻ വളരെ ചെറിയവനും വളരെ ക്ഷീണിതനും ആയിരുന്നു. ആൻഡ് വാസ് നോട്ട് ഫിറ്റ് ഫോർ എനി ഹാർഡ് വർക്ക്. കഠിനാധ്വാനത്തിന് ഞാൻ ഫിറ്റായിരുന്നില്ല, യോഗ്യനായിരുന്നില്ല. ബട്ട് ഐ വാസ് ക്ലെവറർ ദാൻ മൈ സിബ്ലിങ്സ്. എന്നാൽ എൻ്റെ കൂടപ്പിറപ്പുകളേക്കാൾ വളരെയധികം ക്ലെവറായിരുന്നു ഞാൻ, സമർത്ഥനായിരുന്നു. സോ മൈ പാരൻസ് ഡിസൈഡ് ടു മേക്ക് മീ എ പ്രീസ്റ്റ്. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കൾ എന്നെ ഒരു പ്രീസ്റ്റാക്കാൻ, പുരോഹിതനാക്കാൻ തീരുമാനിച്ചു. വൺ ഡേ മൈ പാരൻസ് ടുക്ക് മീ ടു ദ വില്ലേജ് ടെമ്പിൾ ആൻഡ് റിക്വസ്റ്റഡ് ദി ഓൾഡ് പ്രീസ്റ്റ് ടു ആക്സെപ്റ്റ് മീ ആസ് ഹിസ് അക്കോലൈറ്റ് ആൻഡ് ടീച്ച് മീ എവറിഥിങ് റിക്വയർഡ് ടു ബി എ പ്രീസ്റ്റ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ രക്ഷിതാക്കൾ എന്നെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള വൃദ്ധനായ പുരോഹിതനോട് എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി, സഹായിയാക്കാൻ, അക്കോലൈറ്റ് ആക്കാൻ അപേക്ഷിച്ചു. മാത്രമല്ല ഒരു പുരോഹിതനാകാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഒക്കെ എന്നെ പഠിപ്പിക്കാനും അവർ അപേക്ഷിച്ചു. ദ പ്രീസ്റ്റ് ആസ്ക്ഡ് മീ മെനി ഹാർഡ് ക്വസ്റ്റ്യൻസ് ടു വിച്ച് ഐ ആൻസേർഡ് ക്ലെവർലി. ആ പുരോഹിതൻ എന്നോട് കഠിനമായ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അവയ്ക്കെല്ലാം ഞാൻ വളരെ സമർത്ഥമായി ഉത്തരവും നൽകി. ഹി വാസ് ഇംപ്രസ്ഡ് ആൻഡ് അഗ്രീഡ് ടു എഡ്യൂക്കേറ്റ് മീ ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. അദ്ദേഹം വളരെയധികം എന്നിൽ ആകൃഷ്ടനായി എന്നെ ഒരു പുരോഹിതനാക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം എന്നെ പഠിപ്പിക്കാൻ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. I had a bad habit of drawing cats when and where I shouldn't. എന്നാൽ എനിക്ക് ഒരു ചീത്ത സ്വഭാവമുണ്ടായിരുന്നു, പൂച്ചകളെ വരയ്ക്കുക എന്നുള്ളത്. എപ്പോൾ എവിടെ ഞാൻ വരയ്ക്കാൻ പാടില്ല അവിടങ്ങളിലൊക്കെ ഞാൻ പൂച്ചകളെ വരയ്ക്കുന്ന ഒരു മോശം സ്വഭാവം. ഐ ഡ്രൂ കാറ്റ്സ് ഈവൻ ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. പഠന സമയത്ത് പോലും ഞാൻ പൂച്ചകളെ വരച്ചു. വെനെവർ ഐ വാസ് എലോൺ I drew cats on all the screens, walls and pillars of the temple and even on the margin of the priest's books. എപ്പോഴൊക്കെ ഞാൻ തനിച്ചാകുന്നുവോ അപ്പോഴൊക്കെ ക്ഷേത്രത്തിലെ സ്ക്രീനിലും ചുമരിലും തൂണുകളിലും, എന്തിനേറെ പറയുന്നു പുരോഹിതൻ്റെ പുസ്തകങ്ങളിൽ പോലും ഞാൻ പൂച്ചകളെ വരച്ചു. Many times he warned me to stop this. പല പ്രാവശ്യം ഇത് നിർത്തണമെന്ന് പുരോഹിതൻ എനിക്ക് മുന്നറിയിപ്പ് നൽകി. ബട്ട് ഐ കുഡ് നോട്ട് ഹെൽപ്പ് ഡ്രോയിങ് കാറ്റ്സ്. പക്ഷേ പൂച്ചകളെ വരയ്ക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
He seemed to have realized that I had the genius of an artist and I was not fit to be an acolyte. എനിക്ക് ഒരു കലാകാരൻ്റെ ജീനിയസ് പ്രതിഭ എന്നിലുണ്ടെന്നും ഞാനൊരു പുരോഹിതനാകാൻ യോഗ്യനല്ല എന്നും ആ പുരോഹിതൻ മനസ്സിലാക്കിയതുപോലെ എനിക്ക് തോന്നി. One day, after seeing many cats I had drawn, the priest angrily told me to leave the temple. ഒരു ദിവസം ഞാൻ ധാരാളം പൂച്ചകളെ വരച്ചത് കണ്ട് പുരോഹിതൻ ദേഷ്യത്തോടു കൂടി എന്നോട് ക്ഷേത്രം വിട്ടുപോകാൻ കൽപ്പിച്ചു. He gave me a last piece of advice that I should avoid large places and keep to small. അങ്ങനെ പോകും മുമ്പ് എനിക്ക് അവസാനത്തെ ഒരു ഉപദേശവും നൽകി. ഞാൻ വിശാലമായ സ്ഥലങ്ങൾ ഒഴിവാക്കണം, ചെറിയ സ്ഥലത്തിലേക്ക് ഒതുങ്ങണം എന്നുള്ള ഒരു ഉപദേശം. But I could not understand what it meant. എന്താണ് ആ വാക്കുകളുടെ അർത്ഥമെന്ന് എനിക്കന്ന് മനസ്സിലായില്ല. I was afraid to go home because I was sure that my father would punish me for disobeying the priest. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തായി നേരെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എനിക്ക് ഭയമായിരുന്നു. കാരണം പുരോഹിതനെ അനുസരിച്ചില്ല എന്ന കാരണത്താൽ ഫാദർ എന്നെ ശിക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. So I decided to go to another temple in the nearby village. അതുകൊണ്ട് അടുത്ത ഗ്രാമത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. Hoping that the priest there would take me for their acolyte. ആ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ എന്നെ അവരുടെ അക്കോലൈറ്റ് സഹായിയായി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അങ്ങനെ പോകാൻ ഞാൻ. I did not know the fact that the temple had closed up and all the priests had been driven away by a goblin. എന്നാൽ ആ ക്ഷേത്രം അടച്ചുപൂട്ടിയിരിക്കുകയാണെന്നും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരും ഒരു ഗോബ്ലിൻ അവരെല്ലാം ഭയപ്പെടുത്തി ഓടിച്ചിരിക്കുകയാണെന്നുമുള്ള യാഥാർത്ഥ്യം എനിക്കറിയുമായിരുന്നില്ല. Anyway, when I reached the temple, it was already dark and all the villagers were in bed. ഞാൻ ആ ക്ഷേത്രത്തിലെത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. ഗ്രാമീണരെല്ലാം ഉറക്കിലായിരുന്നു. There was a light inside the temple. എന്നാൽ ക്ഷേത്രത്തിനകത്ത് വെളിച്ചമുണ്ടായിരുന്നു. I knocked at the door again and again, but nobody came. ഞാൻ പല പ്രാവശ്യം വാതിലിൽ മുട്ടി, എന്നാൽ ആരും വന്ന് വാതിൽ തുറന്നില്ല. At last I gently pushed at the door and it opened. അവസാനം ഞാൻ പതുക്കെ വാതിലൊന്ന് തള്ളി നോക്കിയപ്പോൾ അത് തുറന്നു. I entered the temple and I found that no one else was there. ഞാൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. While I was waiting for someone to come, I drew a great many cats upon the screens. ആരെങ്കിലും വരുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനുകളിലൊക്കെ ഞാൻ ഒരുപാട് എണ്ണം പൂച്ചകളെ വരച്ചു. Soon I felt very tired and sleepy. ഉടനെ വളരെയധികം ക്ഷീണവും ഉറക്കവും എനിക്ക് അനുഭവപ്പെട്ടു. Before I lie down to sleep, എന്നാൽ ഞാൻ ഉറങ്ങാൻ കിടക്കും മുമ്പ് I remembered the advice of the old priest. ആ വൃദ്ധനായ പുരോഹിതൻ്റെ ഉപദേശം ഞാൻ ഓർമ്മിച്ചു. In that large temple, I was all alone. And for the first time, I felt a bit afraid. ആ വലിയ ക്ഷേത്രത്തിൽ ഞാൻ തനിച്ചായിരുന്നു. ആദ്യമായി എനിക്കല്പം ഭയം അനുഭവപ്പെട്ടു. Though I did not know the meaning of the priest's words, I looked for a small place to sleep. പുരോഹിതൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എനിക്കറിയുമായിരുന്നില്ല. എന്നിരുന്നാലും ഉറങ്ങാൻ ഞാനൊരു ചെറിയ സ്ഥലം അന്വേഷിച്ചു. I found a little cabinet with a sliding door. ഒരു സ്ലൈഡിംഗ് ഡോർ, നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തുറക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാതിലോട് കൂടിയ ഒരു കൊച്ചു ക്യാബിനറ്റ് ഞാൻ അവിടെ കണ്ടു. I got into it and shut myself up and fell fast asleep. ഞാൻ ആ ക്യാബിനറ്റിനകത്തേക്ക് കയറി, എന്നിട്ട് അതിൻ്റെ വാതിൽ വലിച്ചടച്ച് ഗാഢമായ ഉറക്കിലേക്ക്
In the middle of the sleep, I was awakened by a terrible noise of fighting and screaming. ഉറക്കത്തിനിടയിൽ ഭീകരമായ പോരാട്ടത്തിൻ്റെയും ആർപ്പുവിളികളുടെയും ശബ്ദം കേട്ട് ഞാൻ ഭയപ്പെട്ടുണർന്നു. I was so dreadful that I was afraid even to look through the gap of the cabinet door. ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ആ ക്യാബിനറ്റ് ഡോറിൻ്റെ വിടവിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. I did not move until the light of the morning sun shone into the cabinet. പ്രഭാത സൂര്യൻ്റെ വെളിച്ചം ക്യാബിനറ്റിനകത്തേക്ക് കടന്നു വരുന്നത് വരെ, അതായത് പിറ്റേന്ന് പുലർച്ചെ വരെ ഞാൻ അനങ്ങാതെ അവിടെ കിടന്നു. When I came out of the cabinet, I found the door was covered with blood. പിറ്റേന്ന് പുലർച്ചെ ഞാൻ ക്യാബിനറ്റിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ തറയാകെ രക്തം തളം കെട്ടി നിൽക്കുന്നത് കണ്ടു. And so an enormous goblin rat, bigger than a cow, lying dead. ആ രക്തത്തിൽ ഭീമാകാരനായ ഒരു പശുവിനേക്കാൾ വലുപ്പമുള്ള ഒരു ഗോബ്ലിൻ റാറ്റ് ചത്തുകിടക്കുന്നതും കണ്ടു. I also noticed that the mouths of all the cats I had drawn were red and wet with blood. മറ്റൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചു. തലേന്ന് രാത്രി ഞാൻ വരച്ചു വച്ചിരുന്ന ആ പൂച്ചകളുടെ വായ്കളെല്ലാം തന്നെ രക്തം പുരണ്ട് രക്തത്താൽ നനഞ്ഞിരിക്കുന്നതും ഞാൻ കണ്ടു. Then I realized the meaning of the old priest's words. അപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യമായത്. വിശാലമായ സ്ഥലം ഒഴിവാക്കി ചെറിയ സ്ഥലത്തിലേക്ക് ഒതുങ്ങുക എന്ന് പുരോഹിതൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ആ ക്ഷേത്രത്തിൽ വിശാലമായ സ്ഥലത്ത് ഉറങ്ങിയിരുന്നെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. But I am still wonderstruck how my cat pictures came into life and saved my life from the goblin rat. എന്നാൽ ഞാൻ ഇപ്പോഴും ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നത്, അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് ഇക്കാര്യത്തിലാണ്. എങ്ങനെയാണ് എൻ്റെ കാറ്റ് പിക്ചേഴ്സ് പൂച്ചകളുടെ ചിത്രത്തിന് ജീവൻ ലഭിച്ചതെന്നും ആ ഭീമാകാരനായ ഗോബ്ലിൻ റാറ്റിൽ നിന്ന് എൻ്റെ ജീവൻ അവ രക്ഷിച്ചതെന്നും എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഈ തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജുസ്പോട്ട് എജുവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.